Hello everyone, welcome to CS Learning Hub. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ഫയൽ അലോക്കേഷൻ ആണ്. അപ്പോൾ എന്താണ് നമ്മൾ ഫയൽ അലോക്കേഷൻ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഫയലിനെ നമ്മൾ ഡിസ്കിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. സെക്കൻഡറി സ്റ്റോറേജിൽ അല്ലെങ്കിൽ പെർമനൻറ്റ് സ്റ്റോറേജിലാണ് നമ്മൾ ഫയൽസിനെ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ഫയലിനെ സ്റ്റോർ ചെയ്യല്ല ചെയ്യുന്നത്. ഫയലിനെ ലോജിക്കലി ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ബ്ലോക്സിനെയും നമ്മൾ ഡിസ്കിൻ്റെ സെക്ടേഴ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് മെയിനായിട്ടും 2 ടൈപ്സ് ആണുള്ളത്. കോണ്ടിഗ്യസ് ഫയൽ അലോക്കേഷൻ, ദെൻ നോൺ കോണ്ടിഗ്യസ് ഫയൽ അലോക്കേഷൻ. അതിൽ കോണ്ടിഗ്യസ് ഫയൽ അലോക്കേഷൻ എന്താണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ചു. ഇവിടെ നമ്മൾ നോൺ കോണ്ടിഗ്യസ് അലോക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോൺ കോണ്ടിഗ്യസ് അലോക്കേഷൻ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2, ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷൻ ആൻഡ് ഇൻഡെക്സ്ഡ് ഫയൽ അലോക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷൻ? ഒരു നോൺ കോണ്ടിഗ്യസ് മെമ്മറി അലോക്കേഷനാണ് ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷൻ. കോണ്ടിഗ്യസ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഒരു ഫയലിനെ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ എല്ലാ ബ്ലോക്സിനെയും നമ്മൾ കോണ്ടിഗ്യസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഫയൽ 5 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 ബ്ലോക്സിനെ നമ്മൾ കോണ്ടിഗ്യസ് ആയിട്ടായിരിക്കും, സീക്വൻഷ്യൽ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഡിസ്കിൻ്റെ സെക്ടേഴ്സിൽ. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫയലിൻ്റെ ബ്ലോക്സിനെ ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ്, ഡിസ്കിൻ്റെ ഡിഫറെൻറ്റ് ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെക്ടറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനൊപ്പം തന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പോയിൻ്റർ ഉണ്ടായിരിക്കും. അത് നെക്സ്റ്റ് ബ്ലോക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഫയൽ എടുക്കുകയാണ്, ആ ഫയലിനെ നമ്മൾ 3 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, B1, B2, B3. അപ്പോൾ B1 എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ സെക്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, B2ലേക്കുള്ള ഒരു പോയിൻ്ററും കൂടെ നമ്മൾ സ്റ്റോർ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ബ്ലോക്കിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ബ്ലോക്കിൻ്റെ അഡ്രസ്സ് എവിടെയാണെന്ന് അറിയണം അല്ലേ. അപ്പോൾ ഒരു ഫയലിൻ്റെ ബ്ലോക്കിനെ സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ബ്ലോക്കിലേക്കുള്ള പോയിൻ്ററിനെയും കൂടെ സ്റ്റോർ ചെയ്യും. നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷൻ എക്സാമ്പിളാണ്. ഇവിടെ 0 to 15 വരെ കാണിച്ചേക്കുന്നത് സെക്ടേഴ്സാണ്. ഇതാണ് നമ്മുടെ ഡിസ്ക്. ഓക്കെ, ഇനി ഇപ്പോൾ സപ്പോസ് എ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് സെക്ടർ എന്ന് പറഞ്ഞത് അത് സ്റ്റോർ ചെയ്യാൻ തുടങ്ങുന്നത് സെക്കൻഡ് സെക്ടറിൽ നിന്നാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു ഫയലുണ്ട്, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ 5 ബ്ലോക്സ് ആണ്. അതിനുള്ളതെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞ ഫയലിനെ 5 ബ്ലോക്സ് ആയിട്ട് ലോജിക്കലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നോൺ കോണ്ടിഗ്യസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക, കോണ്ടിഗ്യസ്ലി സ്റ്റോർ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 2 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ B1നെ സ്റ്റോർ ചെയ്യും അല്ലേ, B1 ഇവിടെ സ്റ്റോർ ചെയ്യും. ദെൻ B2 ചിലപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് 10th സെക്ടറിലായിരിക്കും. ഓക്കെ, B3 സ്റ്റോർ ചെയ്യുന്നത് ചിലപ്പോൾ സപ്പോസ് ഇപ്പോൾ 12th സെക്ടറിലാണെന്ന് വിചാരിക്കുക. ദെൻ B4 7th സെക്ടറിലായിരിക്കും. ആൻഡ് ദെൻ B5 15th സെക്ടറിലായിരിക്കും. ജസ്റ്റ് അസ്യൂം ചെയ്യാൻ ഡിസ്കിൻ്റെ ഫ്രീ സ്പേസ് അവൈലബിലിറ്റിനനുസരിച്ച് ഡിഫറെൻറ്റ് പ്ലേസിലായിരിക്കും സ്റ്റോർ ചെയ്യുക, കോണ്ടിഗ്യസ്ലി സ്റ്റോർ ചെയ്യില്ല ഇവിടെ. ദെൻ നമ്മൾ എന്താ പറഞ്ഞൊരു പോയിൻ്റർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഇപ്പോൾ B1 എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കിൽ, ഇപ്പോൾ B1 എന്ന് പറഞ്ഞ ബ്ലോക്കിൽ ഡാറ്റ ഉണ്ടായിരിക്കും. ദെൻ B2ലേക്കുള്ള ഒരു പോയിൻ്റർ വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ B2ൽ എന്താ ഉണ്ടായിരിക്കുക, B2ൽ ഡാറ്റ ഉണ്ടായിരിക്കും പ്ലസ് B3ലേക്കുള്ള ഒരു പോയിൻ്റർ ഉണ്ടായിരിക്കും. B3ക്ക് B4ലേക്കുള്ള ഒരു പോയിൻ്റർ ഉണ്ടായിരിക്കും. ദെൻ B4ലേക്കുള്ള ഒരു പോയിൻ്ററും ഡാറ്റ ഉണ്ടായിരിക്കും. ദെൻ ലാസ്റ്റ് പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. ദെൻ B4ൽ B5ലേക്കുള്ള പോയിൻ്റർ ഉണ്ടായിരിക്കും. ഇവിടെ ഫയലിൻ്റെ ബ്ലോക്സ് ഇവിടെ കംപ്ലീറ്റ് ആയി. ദെൻ അപ്പോൾ B5ൽ എന്താ ഉണ്ടായിരിക്കുക, B5ൽ ഡാറ്റ ഉണ്ടായിരിക്കും പ്ലസ് ഇവിടെ വാല്യൂ എന്ന് പറയുന്നത്, പോയിൻ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആയിരിക്കും. കാരണം നെക്സ്റ്റ് ഇനി ബ്ലോക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ -1 ആയിരിക്കും പോയിൻ്ററിൻ്റെ വാല്യൂ. ഇത് സെയിം ലിങ്ക്ഡ് ലിസ്റ്റ് കോൺസെപ്റ്റാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെയാണ്, 100 എന്ന് പറഞ്ഞുള്ള ഒരു അഡ്രസ്സിൽ A എന്ന് പറഞ്ഞുള്ളൊരു ഡാറ്റയുണ്ട്. ദെൻ
നെക്സ്റ്റ് പാർട്ടിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, നെക്സ്റ്റ് അഡ്രസ്സിലേക്കുള്ള പോയിൻ്റർ ആയിരിക്കും 101. അവിടെ ബി എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ടായിരിക്കും. ദെൻ ബിയിൽ നിന്ന് ഒരു നെക്സ്റ്റ് പാർട്ടിൽ ബിയുടെ പോയിൻ്റർ പാർട്ടിൽ എന്തായിരിക്കുക, നെക്സ്റ്റ് അഡ്രസ്സിലേക്കുള്ള പോയിൻ്റർ ആയിരിക്കും. ഇങ്ങനെയായിരിക്കും നടക്കുക. ലാസ്റ്റ് നൾ വാല്യൂ ആയിരിക്കും. അതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഡിഫറെൻറ്റ് പ്ലേസിൽ സ്റ്റോർ ചെയ്യും. ദെൻ അവിടെ നിന്ന് ഒരു പോയിൻ്റർ വെച്ചിട്ടാണ് ഓരോ ബ്ലോക്കിനെ നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ കോണ്ടിഗ്യൂസിൽ നമ്മൾ എന്താ പറഞ്ഞാൽ കോണ്ടിഗ്യൂസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണ്, നോ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് നമ്മൾ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനിൽ നമ്മൾ പറഞ്ഞു കോണ്ടിഗ്യൂസ് സ്പേസ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡിസ്കിലേക്ക് ഫയലിൻ്റെ ബ്ലോക്സിനെ സ്റ്റോർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ വരും. പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ഡിസ്കിൽ ഫ്രീ സ്പേസ് എവിടെയാണോ അവിടെ നമ്മൾ ബ്ലോക്കിനെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഇവിടെ ഉണ്ടാവുന്നില്ല. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്, ഫയൽ സൈസ് ക്യാൻ ഇൻക്രീസ് അല്ലേ. അപ്പോൾ ഇവിടെ പോയിൻ്റർ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എ എന്ന് പറഞ്ഞ ഫയലിൽ ഇപ്പോൾ 6 ബ്ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, B6 എന്ന് പറഞ്ഞ ബ്ലോക്കിനെ നമ്മൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യും. ദെൻ B5ൽ നിന്ന് -1 ചേഞ്ച് ചെയ്തിട്ട് B6ലേക്ക് ഒരു പോയിൻ്റർ കൊടുക്കും. അപ്പോൾ ഇവിടെ ഫയൽ സൈസ് ഇൻക്രീസ് ചെയ്യാൻ ഈസിയാണ്. പക്ഷേ കോണ്ടിഗ്യൂസ് മെമ്മറി അലോക്കേഷനിൽ ഫയൽ സൈസിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും, ലാർജ് സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ബ്ലോക്കും ഇവിടെ ഡിഫറെൻറ്റ് ട്രാക്സിലായിരിക്കും, ചിലപ്പോൾ ഡിഫറെൻറ്റ് ട്രാക്സിലുള്ള ഡിഫറെൻറ്റ് സെക്ടേഴ്സിലായിരിക്കും. അതുകൊണ്ട് തന്നെ റീഡ് റൈറ്റ് ഹെഡ് ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ സീക്ക് ടൈം കൂടുതലായിരിക്കും. സീക്ക് ടൈം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നത്, ഡിസൈഡ് ട്രാക്കിലേക്ക് റീച്ച് ചെയ്യാനുള്ള ടൈമാണ് സീക്ക് ടൈം. റീഡ് റൈറ്റ് ഹെഡ് ഡിസൈഡ് ട്രാക്കിലേക്ക് റീച്ച് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷനിൽ ആ ടൈം കൂടുതലായിരിക്കും. ഓരോ ട്രാക്ക് ബൈ ട്രാക്കായിട്ട് ചിലപ്പോൾ റീഡ് റൈറ്റ് ഹെഡ് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും, ബ്ലോക്ക് എവിടെ സ്റ്റോർ ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ട്. നെക്സ്റ്റ് ആണ് റാൻഡം ആക്സസ് ഓർ ഡയറക്റ്റ് ആക്സസ് ഈസ് ഡിഫിക്കൽട്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ B3യിലുള്ള ഡാറ്റേനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് B1 പോകണം, എന്നാലും നമുക്ക് B2ൻ്റെ അഡ്രസ്സ് കിട്ടുക. B2ൽ വന്നാലാണ് നമുക്ക് B3യുടെ അഡ്രസ്സ് കിട്ടുക. അപ്പോൾ നമുക്ക് റാൻഡംലി ആക്സസ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, സീക്വൻഷ്യലി ആണെങ്കിൽ ഓക്കെ. ദെൻ ഓവർ ഹെഡ് ഓഫ് പോയിൻ്റർ, ഒരു സെക്ടേഴ്സിൽ നമ്മൾ ഫയലിലുള്ള ഡാറ്റ മാത്രമല്ല സേവ് ചെയ്യുന്നത്, നെക്സ്റ്റ് ബ്ലോക്കിലേക്കുള്ള പോയിൻ്ററും കൂടെ സേവ് ചെയ്യുന്നത് കൊണ്ട് അതിനും കൂടെ ഒരു മെമ്മറി വേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഡെക്സ്ഡ് ഫയൽ അലോക്കേഷനെ കുറിച്ചിട്ട് പഠിക്കാം. താങ്ക് യു.